അപ്പൊ ആദ്യം നല്ല ഉറക്കാട്ടെ രാവിലത്തെ നീച്ചിട്ടിരിക്കട്ടെ കുട്ടി. അപ്പൊ ഇനി അടുക്കള കിച്ചണിലൊന്ന് പോയേക്കാം. അപ്പൊ അവിടുത്തെ സ്ഥിതി പോയേക്കാലും. ഇപ്പൊ എന്താ പരിപാടി? പാർട്സ് ഉണ്ടാക്കും. പാർട്സിന്റെ ഒരു വേവുള്ള സാധനം ഉണ്ട്, അത് വെച്ച് എന്താ വേവുള്ള സാധനം? എന്താ പാർട്സിന്? അല്ല ചിക്കൻ പാർട്സ് ഉണ്ടാക്കാട്ടാ. പാർട്സ് ഉണ്ട്. പിന്നെ അച്ഛൻ നല്ല ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വലിയ ചെമ്മീൻ നല്ല സൂപ്പറായിട്ട് കിട്ടണോണ്ട് ചെമ്മീനും ഉണ്ട് കേട്ടോ, നല്ല സൂപ്പറായിട്ട്. നമുക്ക് ചെമ്മീൻ കറിയും വെക്കണം, പിന്നെ പാർട്സും കറി വെക്കണം. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ആക്കാം. ഇതാ കോഴിപ്പാട്സിലെ മിടുക്കാം. അപ്പൊ ഇവിടെ നോക്കിയപ്പോ അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കും. ഇതെന്താ ദോശ ഇങ്ങനത്തെ ചുവന്ന കളറ്? രായിയാ? ആ അപ്പൊ വല്ലാത്ത ജാതി. അപ്പൊ രായി ദോശ കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ രായി ദോശ കേട്ടാ. നോക്കാം നമുക്ക് ഇതുണ്ടാവുന്നുള്ളത്. സംഗതി രസം കേട്ടാ. രാവിലെ തന്നെ ഇന്നൊരു ചീഞ്ഞ മഴ ദിവസം ആട്ടാ. നല്ല മഴ ആണല്ലോ. അതുകൊണ്ട് റെഡ് അലർട്ട് ആണ് ഇന്ന്. പ്രത്യേകിച്ച് ഓൾറെഡി റെഡ് അലർട്ട് ആയിട്ട് ഇന്ന് ലീവ് ആട്ടാ. എല്ലാവർക്കും ലീവാണ്. നമുക്ക് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, നമുക്കും ലീവാണ്. നമ്മളെ വണ്ടി ഇന്നലെ കൊണ്ടുപോയി, പോലീസ് കൊണ്ടുപോയി. അപ്പൊ ഇനി ഏതായാലും 3-4 ദിവസം ഒരാഴ്ച കഴിയണം. ചേച്ചിയാണ് ഫോണിൽ കളിച്ചിരിക്കട്ടോ. അവിടെ രാവിലത്തെ തന്നെ അടുപ്പ് കെട്ടുകണ് തോന്നുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിപാടി കത്തിക്കല്. അപ്പൊ നമ്മളെ ചിക്കൻ പാർട്സ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ആദ്യം ദോശ ചൂടാ. ചിലപ്പോ ഇന്ന 2 ദോശ ഈ രായി ദോശ. വേറെന്തൊരു സാധനം ഈ ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കട്ടാ. ചേച്ചിക്ക് കൂട്ടായിട്ട് ഒരു പൂച്ചയുണ്ട്. കുറെ നേരമായി മേടക്കും. നല്ല കിടുക്കാച്ചായിട്ട് ഇതാ വെട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലെ മിടുകെട്ടാണ്ടിട്ടാ. മിടുകെട്ടിട്ടില്ല, മിടുകെട്ടാണ്ട്. അതാണ് ഹൈലൈറ്റ്. ദോശ അപ്പൊ സാധാ ദോശ എനിക്കും ഉഴുന്ന ദോശ ഒരുക്കും കേട്ടാ. പുളിയുള്ള പറ്റൂല. സാധാ ദോശ അല്ല, രായി ദോശ ഇട്ട. രായി ദോശ എനിക്ക് രായി ദോശ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പാർട്സും കൂടി ഉണ്ടാവും. പിന്നെ ഇപ്പൊ എന്ത് രായി ദോശ പൊളിക്കും മതി. എന്നാലും വേണ്ടില്ല. നല്ല മഴ ഇത് കാരണം ഇവിടെ വീട് മുറ്റം വെള്ളാട്ടോ. അതേമാതിരി നമ്മളെ റോട്ടുമ്മ കൂടി ഒക്കെ വരി വലിച്ചു പോകണോക്കാണ്. പിന്നെ ഇന്നിപ്പോ ആകളൊരു വിഷമം തന്നെ, നമ്മൾ ലോറി വിടല്ല, ലോറി സ്റ്റേഷനാ. എന്താ ചെയ്യാ, ഓരോ കോറിക്കാരെ പോരായ്മ കൊണ്ട് പറ്റിയ ഫാൾട്ടാണ്. അവര് എല്ലാവരും മുന്നിൽ നല്ല രീതിയിൽ നിന്ന് കണ്ട് നമ്മളെ വണ്ടി അവിടെ കുടിക്കും. ഇനിയിപ്പോ അതുപോലെ ഇറക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇറക്കി തരാമല്ല, പിന്നെ കൊണ്ട് ഞാൻ ഇറക്കാൻ. എൻ്റെ 10 വയസ്സൊന്നുമില്ല. എന്തായാലും വണ്ടി മാറ്റട്ടെ മാറ്റണ്ടായിരുന്നു അവര്. ഓണർമാർ 3 ആളും ഒറ്റ സ്വരത്തിൽ ഒരേ മാതിരി മാറ്റരുത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും വണ്ടി അവിടെ കിടക്കണതാ. എന്തെങ്കിലും കാട്ടിക്കോട്ടെ. പിന്നെ ഇപ്പൊ ഒന്നും പറയണ്ട. വല്ലാത്തൊരു ഇഷ്ടം. അപ്പൊ ആകെ 2 റീപ്പറുള്ളത് ഇവിടെ. കാറുള്ളത് പിന്നെ നമ്മളപ്പുറത്തെ വീട്ടിലാട്ടോ. അതേമാതിരി ഞാൻ കല്യാണം പ്രമാണിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറ്റിയാണ് അവിടെ കൊണ്ടുപോയത്. കാരണം വീട്ടിൽ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു കേട്ടാ. എല്ലാവർക്കും നിർത്താൻ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടാ. നല്ല കാട്ടാ. അപ്പൊ നമ്മുടെ ചിക്കൻ പാർട്സിൽ നല്ല മിടുകെട്ടാ. നല്ല സൂപ്പറായിട്ട് മിടുകെട്ടിട്ടുണ്ട്. ഇനി തന്നെ ഇളക്കാണ്ടില്ല. അത് പിന്നെ അതിനകത്ത് വേവ് വേണ്ട കേട്ടാ. മുടൊന്നും കൊണ്ട് വെന്തതായി കിട്ടിയാൽ ചൂട് കെട്ടിയാൽ തന്നെ കോഴിമുടല്ലേ. അപ്പൊ അത് സെറ്റ് ആവട്ടാ. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിന് പിന്നെ ഒരുപാട് സമയം വരും. ഒരുപാട് വട്ടം വെച്ചിട്ട് കുക്കർമേല് ഒന്ന് ചൂട് കയറ്റിയാൽ തന്നെ മുട പോകട്ടാ. അപ്പൊ പാർട്സ് കിട്ടുന്ന സ്ഥലം തന്നെ തയ്യാലിങ്ങലാട്ടാ. നമ്മള് താനൂർ റോട്ടിൽ തയ്യാലങ്ങ അവിടെ ഒരുപാട് കടകളുണ്ട്. ഈ എഗ്ഗിന്റെ പാർട്സ് കിട്ടല് തയ്യാലങ്ങത്തിന് കിട്ടുള്ളൂ കാര്യമായിട്ടാ. മറ്റുള്ള അടുത്തൊന്നും കിട്ടില്ല. കോട്ടക്കലൊക്കെ ഉണ്ട്. കോട്ടക്കൽ പഴയതാണ് കിട്ടുക. തിരൂരും അതേമാതിരി ഉണ്ടായാലിട്ടാ. ഈ രാവിലെ പലിച്ച് കറക്കണ കടകളിൽ നിന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യണ്ടാട്ടാ. ഇത് കടകളിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് വാങ്ങണാട്ടത്. ഇത് വെട്ടാണ്, ഇത് പൊളിയാണ്.
വന്നിട്ടുണ്ട്, ഉറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ചേച്ചി? എല്ലാവർക്കും സുഖല്ലേ ചേച്ചി? അപ്പൊ റെഡി ആയിട്ടാ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള പരിപാടി സൂപ്പർ ആയിട്ടുണ്ട്. മുതല തവളെ മുറ്റത്തൊരു തവള ചത്ത് കിടക്കണ്ടെന്ന് വിചാരിച്ചാൽ മലിന് കിടക്കണ്ടേ കുറെ നേരമായിട്ട്. അങ്ങനെ നോക്കുമ്പോ അതാ ഓടിപ്പോണു കേട്ടോ. അത് ചത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. അതിനെന്തോ ഒരു വൈകല്യം സംഭവിച്ചതാണ്. ചെറിയ കൊല്ലണ്ട, പാവല്ല അത് ആദ്യം ആദി ചെവി പുഴുക്കുട്ടാ തവളനെ കൊണ്ടാടി ചവിട്ടരുത്. അതിന്റെ വലിയ തവളമ്മ വരും, വലിയ തവളമ്മ വരും കേട്ടോ. അതിനൊന്നും ചെയ്തിട്ടാ. ഒക്കെ റെഡി ആയിട്ട് അപ്പൊ കൂട്ടത്തില് ചെമ്മീൻ നന്നാക്കിയപ്പോ അതിന്റെ തല വേറെ തല വേറെ ഡ്രൈ ആക്കി പൊരിക്കാതിട്ടാണ് കേട്ടാ. അപ്പൊ അതിന്റെ പരിപാടിയാണ് ഉടല് വേറി തല വേറി അങ്ങനത്തെ പരിപാടിയായിട്ട് ചെയ്യേണ്ടത്. ആരായിട്ട് നിക്കുന്നുണ്ട് കേട്ടാ. കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരാള് നല്ല ആക്റ്റീവായിട്ട് അവിടെ നിക്കുന്നുണ്ട്. എന്തിനുള്ള ഉറപ്പാടാന്നറിയില്ല, അവിടെ വന്ന് നിക്കുന്നുണ്ട്. അവരെ കണ്ണ് മുഴുവൻ ഇതേക്കാട്ടാ. നമ്മൾ ഉണ്ടാക്കി വെച്ച പാർട്സിലെ കോഴിമുട്ടായിക്കാട്ടോ എന്റെ കോഴിമുട്ട. ശരി, എന്റെ ചായ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും കള്ളം കട്ട് കുടിക്കുന്നുണ്ട്. അതിൻ്റെ കോഴിമുട്ട മുഴുവൻ കട്ട് കുടിക്കുന്നുണ്ട് കള്ളന്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ആവുന്നു. അപ്പൊ ഇതാ ചെമ്മീന്റെ കറി റെഡി ആയിട്ട് അവിടെ ചെമ്മീൻ കറി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യാ സൂപ്പർ സൂപ്പർ. അപ്പൊ ചെമ്മീൻ കറി സെറ്റ്. അപ്പൊ മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. ഒരു കുറവും ഇല്ല കേട്ടാ. പണിയില്ല, വണ്ടിയും പിടിച്ച് കോറിയൊക്കെ നിന്ന് റെഡ് അലേർട്ട് ആയും ചെയ്തു. അപ്പൊ പിന്നെ പണിയില്ല, ഒക്കെ കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പെരയിലെ ഭക്ഷണം അല്ലാതെ വേറെ എന്താ ഉള്ളത്. ചോറ് കേട്ടോ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് വെട്ടി തിളക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഉള്ള ഓയിൽ ഊറ്റിക്കാണ്ട് ചെമ്മീൻ പൊരിക്കാൻ ആ പാത്രത്തിലുള്ള ഓയില് അത് ഊറ്റിയൊക്കെ എല്ലാം ഒന്നുമില്ല. അത് കഴിഞ്ഞ് പുറത്ത് നല്ല മഴയാണ്. അപ്പൊ അതാ ചെമ്മീൻ്റെ തല ചെമ്മീൻ തല പൊരിക്കാനുള്ള പരിപാടിയായിട്ട് ഇതിന്റെ പാത്രത്തിലുള്ളത് പിന്നതല്ലേ. അപ്പോ അമ്മ കുട്ടിക്ക് തരവായോ കുടിക്കണ്ടേ. അപ്പൊ ചെമ്മീൻ തല പൊരിച്ചുകൊണ്ടിരിക്കണ്. അപ്പൊ ഹൈലൈറ്റ് ആയിട്ട് 2 കറിവേപ്പിന്റെ ഇട്ടുണ്ട്. ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ ഇരുന്ന് ചായ കുടിക്കല്. ഞങ്ങൾ ടേബിളുമ്മിലൊന്നും ഇരുന്ന് കഴിക്കില്ല. ഞങ്ങൾ ചിലപ്പോൾ അടുക്കളയിരുന്ന് എല്ലാവരും കൂടി ആണെങ്കിൽ അടുക്കളയിരുന്ന് കഴിക്കും. ടേബിളുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴൊക്കെ കഴിക്കലുണ്ട്. ചിലപ്പോൾ അച്ഛൻ നേരം വൈകുന്നുണ്ട്, അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ ചിലപ്പോൾ നേരത്തെ പോകും വണ്ടിയിൽ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഉണ്ടാവില്ല. എന്നിപ്പോൾ ഞാനേതായാലും ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിട്ട് മോനിട്ടുണ്ട്. ഓനാണ് അടുപ്പ് കത്തിക്കുക ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ ചെമ്മീൻ്റെ തല നല്ല റോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് സംഗതി ഭയങ്കര രസമായിട്ട് അത് കഴിക്കാനും. ഈ കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ ഇപ്പോൾ ഓൾറെഡി ചെമ്മീൻ 80 റുപ്യക്കല്ലേ ഉള്ളൂ, 100 റുപ്യക്കല്ലേ ഉള്ളൂ കിലോത്തിന്. കാരണം അത്രയ്ക്ക് വില കുറവല്ല ചെമ്മീൻ. അപ്പോൾ ഈ സമയമായതുകൊണ്ട് നല്ല ചെമ്മീൻ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര നേക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒന്നാമത് വെച്ച് കൊടുക്കാണ്ടാകുന്നുണ്ട് കേട്ടോ അതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മഴ കേട്ടോ. രാവിലെ തന്നെ പെരും മഴ. നമ്മൾ റോട്ടുമ്മ കൂടിയൊക്കെ വെള്ളം ഒലിച്ചോണ്. ഒരു കുറവില്ല കേട്ടോ, നല്ല മഴ. ഞാൻ വണ്ടി നമ്മുടെ അടുത്ത വീട്ടിലേക്ക് നിർത്തിന് 2 ദിവസമായിട്ട്. അപ്പോൾ അവിടെ നിർത്തിയാണ് ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് നമ്മളെ വണ്ടി. ഏതായാലും ഇനി മഴ ചോരട്ടെ. ഇന്നത്തെ പരിപാടി ഞങ്ങൾ ശങ്കരാന്തിക്കുള്ള ഒരു വൃത്തിയാക്കലും കൂടി ഉണ്ട് അടുക്കള. അപ്പം അതിൻ്റെ പരിപാടി കേട്ടാ. അപ്പം മേലെ ഈ റാക്കമുള്ളത് ഫുള്ള് വൃത്തിയാക്കി താഴത്തെ ഇറക്കിയിട്ട് ഇതാ ഇപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടാ. മൊത്തം വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടാ. റാക്കമുള്ള ഫുള്ള് സാധനം ഇറക്കി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ. ഇനി റാക്കിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് കൊടുക്കാണ്ട് ഇതൊക്കെ വൃത്തിയാക്കാണ്ട് കേട്ടോ. അപ്പോൾ ഈ റാക്കൊക്കെ ഫുള്ള് സെറ്റായിട്ട് ഇവിടെ ക്ലീൻ ആക്കി ഇനി അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കാണ്ട്.
രണ്ട് സൈഡിൽ നടു തട്ടുമ്പോഴാ പൊട്ടുക. മൊത്തത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കട്ടെ. കാരണം ഒരു ഏരിയ വൃത്തിയാക്കണ്ട കേട്ടോ. മാറാലൊക്കെ പിടിച്ച് കഴിഞ്ഞ കൊല്ലം വൃത്തിയാക്കിയാണ്. അപ്പോൾ കൊല്ലാണ് ഇനി വൃത്തിയാക്കുള്ളത് കേട്ടോ. കാരണം ഓരോ റാക്കുമലും ദിമ്മലൊക്കെ സ്റ്റെയർ കേസും എല്ലാത്തിനും ഭയങ്കര പൊടിയും കാര്യങ്ങളും മാറാലൊക്കെ കേട്ടോ. അപ്പോൾ വൃത്തിയാക്കുക തന്നെയല്ല എല്ലാം അമ്മ ഒരു തലക്കുന്ന തുടയ്ക്കുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. അതിലിടയ്ക്ക് നല്ല മഴ പെയ്ത് ചോർന്ന് മുറ്റത്ത് നിറച്ച് വെള്ളം കെട്ടിക്കട്ടോ. അതിൽ കളിക്കാൻ ആദ്യമോൻ്റെ ആവേശം വല്ലാത്തതായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷിക്കാത്ത അപ്പുറമായിരുന്നു. അതിൽ ഭയങ്കര കളിക്കാനുള്ളൊരു ആവേശം തന്നെയല്ല അങ്ങനെ ആയിരുന്നു ടാക്ക്. ചളിവിളിയിലും വെള്ളത്തിലൊക്കെ കളിക്കാനോ പൊതുവെ ഓന് ചെറുപ്പം തൊട്ടന്നെ ഉള്ളല്ലോ. വെള്ളം കണ്ടാൽ ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പം നമ്മളേതായാലും എല്ലാവരും ഒപ്പം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നല്ല പുതുമഴ വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല. ചളി വെള്ളമാണെങ്കിലാണ് നമുക്കൊരു ടെൻഷൻ. കുട്ടികൾക്ക് കയ്യും കാലും പുഴുക്കലൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്നിട്ട് ആദ്യമോനും ഇവിടെ നന്നാക്കലാണ്. അതുപോലെ മിൽട്ടൻ്റെ ഫ്ലാസ്കിൻ്റെ ഒരു കവറുണ്ട്, അത് നിറച്ചു ഓൻ്റെ കളിപ്പാട്ടം കൊണ്ടുപോയി നിറയ്ക്കലും കൊണ്ടുപോയി ചെരിയലും ഇതാക്കലും കേട്ടോ. ക്ലീനിൻ്റെ ഇടയിൽ കൂടി ഓൻ്റെ പണി അതാട്ടാ. പിന്നെ ഇപ്പോൾ മറ്റേ ആൾ ഇതാ ഇവിടെ പാത്രം മൊത്തത്തിൽ നന്നായി മേലൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതാ താഴെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഇതാ ഈ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് ഇനി. അപ്പോൾ ചങ്കരാന്തി ഏതായാലും പൊളിക്കും. ആ ഉള്ളിൽ അളക്കിട്ടാ. പാത്രമാണല്ലേ എനിക്ക് നന്നാക്കുമ്പോഴേ കാണുള്ളൂ. നന്നാക്കുമ്പോഴേ കാണുള്ളൂ എന്നറിയാം പാത്രം. ഇതാ മറ്റേ ചട്ടിയല്ലടി, മറ്റേ റോഡ് സൈഡിൽ നിൽക്കണേ അല്ലേ? ഇത് നമ്മളെ റോഡ് സൈഡിൽ വെക്കണ ചട്ടി തന്നെ കേട്ടോ. പണ്ട് ഹൈവേന്റെ വക്കിൽ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ഉണ്ടായിരുന്നില്ല ആ ചട്ടിയാട്ടത്. അതിൻ്റെ അത് ആകെ ഒരൊറ്റ ചുട്ടിട്ടുള്ളൂ, പിന്നെ ചുട്ടിട്ടില്ല ചേട്ടാ ഈ സാധനം. അപ്പൊ ചീനച്ചട്ടികളൊക്കെ എക്സ്പേർഡ് ചീനിട്ടട്ടി കേട്ടാ. സീനിയർ ചീനിട്ടട്ടികളാണ്. ഒരു അതന്നെ കറിച്ചട്ടി അങ്ങനെ പറയാം. ഒക്കെ മൺചട്ടി കേട്ടാ. ഒക്കെ സീനിയറാണ്. ഒരുപാട് സീനിയോറിറ്റി ഉള്ള സാധനം കേട്ടോ ഇവിടെ ഈ പേരയില്. ഞങ്ങളെ പഴയ തറവാട്ടിൽ ഏതായാലും 10-25 വർഷം പഴക്കമുള്ള സീനിയോറിറ്റി ഉള്ള ചട്ടി കേട്ടോ ഈ വീട്ടിലത്തെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള. ഏതാണ്ട് എൻ്റെ ഒരു 5 ആയിട്ട് വരും വയസ്സുകൊണ്ട് വെക്കുകയാണെങ്കിൽ. അപ്പം ഇന്ന് ചങ്കരാന്തി ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. പഴംപൊരിയും പിന്നെന്തൊക്കെയാണ് പഴംപൊരി, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. പൊറോട്ട ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതിവിടെ. പിന്നെ ഇത് നമ്മളെ ഈത്തപ്പഴം കേട്ടോ, പഴുത്ത ഈത്തപ്പഴമാണ് വലിയ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാനുള്ളതാണ് നമുക്ക്. ഏയ്
അപ്പോൾ ഇത് നമ്മളെ ഈത്തപ്പായ കേട്ടോ, മധുരമുള്ള ടൈപ്പ് ഈത്തപ്പായാണ്, സ്വീറ്റ് ആയിട്ടുള്ള. അപ്പോൾ എന്താ വെച്ചാൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടുങ്ങാണ്ട് നല്ല കഴുകിങ്ങാണ്ട് ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. അത് അങ്ങനെ കഴിക്കുകയാണ് നല്ലത് കേട്ടോ, കാരണം ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ അപ്പോൾ ഏറ്റവും ബെറ്റർ അങ്ങനെ കഴിക്കുന്നതാണ്. മഞ്ഞപ്പൊടി ഉപ്പിട്ടുകൊണ്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി കച്ചറയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ കൊണ്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതിൽ അങ്ങനെ കഴിക്കുക എല്ലാവരും. എന്താ നിങ്ങൾക്ക് പണി? അതെന്തിനാ അത് കളിച്ചിട്ട്? ഞാൻ പ്ലേറ്റിൽ തരാം, അച്ഛച്ചെ കൊണ്ട് കൊടുക്കോ? അച്ഛച്ചെ കൊണ്ട് കൊടുക്കോ? ഞാൻ അപ്പം തരട്ടെ, പ്ലേറ്റിലാക്കി തരട്ടാ. എന്താണ് ആദ്യം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടതാ? ആയിക്കോട്ടെ. അതെന്തിനാ ഉപ്പും മഞ്ഞപ്പൊടി ഇടേണ്ടത്? നല്ലതല്ലേ? അസുഖങ്ങൾ വരാതിരിക്കാനല്ലേ ഉപ്പും മഞ്ഞപ്പൊടി ഇടേണ്ടത്, നല്ലതിനല്ലേ? ആയിക്കോട്ടെ. അപ്പൊ എല്ലാരോടും പറയും ഈത്തപ്പഴ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നല്ല കഴുകി കഴിക്കണം പറയും. എന്തിട്ടുകാണ്ട്? ഓക്കെ ശരി ട്ടാ. ചിക്കൻ കറി വെട്ടി തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പുറത്ത് നമ്മളെ പഴംപൊരി മാറിയിട്ട് ഇപ്പൊ സിസ്റ്റം മാറിയില്ലത്. കൊയ്യൊരു ചായ എന്താ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകും കേട്ടോ. പഴംപൊരി കഴിഞ്ഞിട്ട് അവസാനപ്പെട്ട മാവോട് കൂടിയിട്ട് ഒരു പ്രത്യേകതരം വിഭവമൊക്കെ ആയി മാറലുണ്ട് കേട്ടോ. അത് എല്ലായിടത്തും ഉള്ള കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു വിഭവമാണിത്. പഴംപൊരി ഇല്ല, ലാസ്റ്റിക്കുള്ള കേട്ടത്. വെളുത്തുള്ളി കൊണ്ടുവരാമോ? നമ്മൾ സംക്രാന്തി ആയതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ വെച്ച് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസങ്ങൾ അതും വെച്ച് കൊടുക്കാറുണ്ട്. ഇല്ല എല്ലാ സാധനവും ഒരേപോലെ നമ്മൾ ചെയ്യലുണ്ട്. ഞങ്ങൾ കാരണന്മാർക്ക് വെച്ച് കൊടുക്കാനുള്ള സാധനം കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ആദ്യമോ തിന്നുന്നുണ്ട്. അപ്പോൾ കാരണന്മാരോട് നമ്മൾ പറയുന്നുണ്ട് പൊറുക്കാൻ. കുട്ടികളാണ്, അവർ ചെയ്യുന്ന തെറ്റിന് നമ്മളൊന്നും ഇതാകരുത്. കാരണം അവർ കുഞ്ഞു മനസ്സാണ്, അവർക്കൊന്നും അറിയാത്തതാണ്. പക്ഷെ എന്താ ചെയ്യുക, എത്ര പറഞ്ഞിട്ടും കുട്ടി എടുക്കാതിരിക്കണില്ല, എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും വാഴൻ്റെലയിലിട്ട് വെച്ച് കൊടുക്കില്ല. പക്ഷേ വാഴൻ്റെല അത്യാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല പുറത്ത് നല്ല മഴ കാരണം പറമ്പിക്ക് പോകാനോ ഒന്നിനും പറ്റാത്ത കണ്ടീഷനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് SOIL ആക്കിയിട്ടാണ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, കുറച്ച് പഴയതുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്കിയിട്ടോ. അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കൽ എപ്പോഴും നമ്മൾ വീട്ടിലെ മുതിർന്ന കാരണവന്മാരാണ് ആദ്യം വിളമ്പി കൊടുക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യലിട്ട എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കലൊക്കെ. അത് കഴിഞ്ഞിട്ടേ മക്കൾ ചെയ്യലുള്ളൂ. അത് ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ വിളക്ക് കത്തിക്കൽ അച്ഛനാണ്. പിന്നെ നമ്മുടെ ഇത് കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് വെച്ച് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ചില ഏരിയയിലുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല കേട്ടോ. ഓരോ ഏരിയയിലും ഓരോ രീതി ആയിരിക്കും. ഞങ്ങളുടെ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൻപുറത്തെ ശൈലിയാകുമ്പോൾ അത് പഴയ കാലം തൊട്ട് തന്നെ അന്നും ഇന്നും ഒരേ മാതിരി തന്നെയാണ്. അതിൽ മാറ്റങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ വെച്ച് കൊടുക്കുക, നിലവിളക്കും കിണ്ടി വയ്ക്കുക, വെള്ളം നിറച്ച് കിണ്ടി വയ്ക്കുക, നിലവിളക്ക് തിരിയിട്ട് കത്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതിട്ടോ. നമ്മൾ ഇത്രയും കാലമായിട്ട് ഇതുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചോറും ഒക്കെ വിളമ്പിയായാലും മീനാണ് ചെമ്മീൻ്റെ കറി, ചെമ്മീൻ്റെ തല പൊരിച്ചത്, പിന്നെ ചിക്കൻ പാർട്സ്, പഴംപൊരി പൊരിച്ചത്, പിന്നെ പൊറോട്ട വാങ്ങിയിരുന്നു കേട്ടോ നമ്മുടെ കാരണന്മാർക്ക് പൊറോട്ട. പിന്നെ കറി വരുന്നത് ചിക്കൻ്റെ കറി, കുറച്ച് കറി ഉണ്ട് കേട്ടോ. ചിക്കൻ കറിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് തന്നെയാണ് ചിക്കൻ കറി. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതാണ്. പൊറോട്ടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വാങ്ങിയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം ഒരേമാതിരി തന്നെ കൊടുക്കും കേട്ടോ. അതിന് ഇതാക്കുന്നുണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയാണോ അന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലുള്ളത് അതൊക്കെ എല്ലാ സാധനവും, പൊറോട്ടയും ചിക്കൻ കറിയും സാദാ ചോറ് ചെമ്മീനും മീൻ കറിയും എല്ലാം കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്രയും കാലമുള്ളൊരിത്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കും നമ്മളൊരു ഐതിഹ്യപ്രകാരം നമ്മൾ കഴിക്കണ എന്താണോ അത് അവരും നമ്മൾ കഴിക്കുന്നതിന് മുന്നേ അവർ കഴിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തിൽ നമുക്കൊരു സന്തോഷം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാതിലടയ്ക്കലുണ്ട് കേട്ടോ. അച്ഛൻ അടച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിമ്പ് ഇട്ടുകൊണ്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ലൈറ്റൊക്കെ കടത്തി ഓഫാക്കും കേട്ടോ.
ലൈറ്റ് ഓഫ് ആക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഇതാക്കൽ. പിന്നെ നിലവിളക്ക് അതിനുള്ളിൽ ഉണ്ടല്ലോ, ഓൾറെഡി കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി വാതിലടച്ചിട്ടാ. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴും തുറക്കില്ല. പിന്നെ ആ ടൈം ആകുമ്പോൾ നമുക്ക് വെച്ചെടുത്തതിന് മുന്നേ ഒന്ന് കഴിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വെച്ചെടുത്ത് കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ മോന് ഇതേമാതിരി കോഴിമുട്ട തിരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞ് വാതിൽ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ആദ്യം ഇല വെച്ച സ്ഥാനത്ത് നിന്ന് പുറകോട്ട് വലിച്ചിട്ട് വേണം കേട്ടോ പിന്നെ എടുക്കാനും. അല്ലാതെ ഒറ്റയടിക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡൈനിങ് ഹാളിൽ ഈ വെച്ച് കൊടുത്ത ഇലയിൽ തന്നെയാണ് നമ്മളെല്ലാവരും കഴിക്കല് കേട്ടോ. കഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതാക്കലോ ഒന്നുമില്ല കേട്ടോ, മാറ്റി വയ്ക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ അതിൽ തന്നെയാണ് കഴിക്കല് കേട്ടോ. എല്ലാവരും കൂടി തന്നെ ഒന്നിച്ചിരുന്ന് എല്ലാവരും ഒരേമാതിരി ഭക്ഷണം കഴിക്കലാണ് ഞങ്ങൾ ചെയ്യല് കേട്ടോ. നമുക്ക് അച്ഛനും ടേബിളും തന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കല് ഭക്ഷണം ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ചങ്കരാന്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.